ഹായ് സ്റ്റുഡൻസ്, നമുക്കൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാം. സോളിഡ് സ്റ്റേറ്റ്. നമുക്കറിയാൻ പറ്റും മാറ്ററിന് എന്തുണ്ട്, ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാം. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ഫെർമിയോൺസ്, ബോസോൺസ്, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മൾ എപ്പോഴും മെയിനായിട്ട് പറയൽ എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിന്റെ ഡിഫറൻസ് ഒന്നും പറയുന്നില്ല. സോളിഡ് എന്താണെന്നും ലിക്വിഡ് എന്താണെന്നും ഗ്യാസ് എന്താണെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് സോളിഡ് എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. The solid state of a substance is characterized by a strong cohesive force between the constituent particle or molecule, which may be atoms or ions or molecules. അതായത് ആറ്റംസോ അല്ലെങ്കിൽ അയോൺസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടുണ്ടാക്കിയ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അയോൺസ് മീൻസ് എന്താണ്? നമുക്കറിയാം NaCl, Na പ്ലസ് അയോൺ Cl മൈനസും കൂടി ചേർന്നിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ക്രിസ്റ്റൽ ഉണ്ടാകും, ഫോം ചെയ്യുന്നുണ്ട്, സോളിഡ് ഫോം ചെയ്യുന്നുണ്ട്. ആറ്റംസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രാഫൈറ്റ്, ഡയമണ്ട്, അതായത് കാർബണിന്റെ കൂടി ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? നമ്മൾ ഗ്രാഫൈറ്റ് അതേപോലെ ഡയമണ്ട് ഒക്കെ ഫോം ചെയ്യുന്നത്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ, കാർബൺ, ഓക്സിജന്, ഹൈഡ്രജനൊക്കെ കൂടി ചേർന്ന് നമ്മൾ ഷുഗർ ഒക്കെ ഫോം ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ മേ ബി ആറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ അയോൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. അപ്പൊ കമ്പൈൻ ചെയ്തിട്ട് സ്ട്രോങ് ഫോഴ്സിൽ, അതായത് ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റൽ അല്ല സോളിഡ് ഫോം ചെയ്യുന്നുണ്ട് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. സോളിഡ് ഹാവ് ദി ഡെഫിനിറ്റ് ഷേപ്പ്, വോളിയം, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി. നമുക്കൊന്നും പറയാനില്ല. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, റിജിഡ് ആണ് എന്നൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഡ്യൂ ടു ദി ക്ലോസ് പ്രോക്സിമിറ്റി of the particle to each other in the solid state, large number of particles are contained in a very small volume, resulting in a high density and have very small compressibility. നമുക്കറിയാൻ പറ്റും, അത് ഒരു ചെറിയ വോളിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഹൈലി പാക്ഡ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് എന്തുണ്ടാവും? ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതേപോലെ തന്നെ അതിന്റെ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും, ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ആറ്റംസിന്റെയോ അല്ലെങ്കിൽ അയോൺസിന്റെയോ അല്ലെങ്കിൽ മോളിക്യൂൾസിനെയോ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലോസ് പാക്കിംഗ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സിംപ്ലി എന്ത് പറയാ? സോളിഡ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി സോളിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും. Solids are mainly classified into two, that is crystalline solids and amorphous solids. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അതിന്റെ ഡിഫറൻസ് ഒക്കെ കുറച്ച് നോക്കി വെക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നത്? ഒന്നിൽ വളരെ റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റും, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ. അമോർഫസ് സോളിഡ്സിൽ എന്താണ്? മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ആയി എന്താണ് റാൻഡം ഓർഡറിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അമോർഫസ് സോളിഡ്സിന്റെയും അതേപോലെ തന്നെ ക്രിസ്റ്റൽ സോളിഡ്സിന്റെയും ഡിഫറൻസിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡ് ഹാവ് എ repeating well-ordered geometrical pattern throughout the entire three-dimensional arrangement of their structural unit and thus have a long range order. അതായത് നമ്മൾ വളരെ നല്ല ഓർഡറിൽ, ഇപ്പൊ എ എന്ന് പറയുന്ന അയോൺസും ബി എന്ന് പറയുന്ന അയോൺസ് ഉണ്ട് എന്ന് വിചാരിക്കുക. എയെയും ബിയെയും നമ്മൾ വെൽ ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതായത് ഫസ്റ്റ് റോയിലൊക്കെ എ, സെക്കൻഡ് റോയിലൊക്കെ ബി, തേർഡ് റോയിലൊക്കെ എ, വീണ്ടും വീണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വെൽ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെ ഉള്ള ജോമെട്രിക്കൽ പാറ്റേൺ നമ്മൾ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രക്ചർ കിട്ടും. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് ലോങ് റേഞ്ച് ഓർഡർ ആണ്. അതായത് ഒരുപാട് ദൂരം നോക്കിക്കഴിഞ്ഞാലും, കുറേ നോക്കിക്കഴിഞ്ഞാലും എ ബി എ ബി എ ബി എന്ന് പറയുന്ന ഓർഡറിലായിരിക്കും എന്തുണ്ടാവുക? ആ ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ടാവുക. നിങ്ങളൊരു പക്ക ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്കൂൾ ഇമാജിൻ ചെയ്യുക. അവിടെ നിങ്ങൾ അസംബ്ലിക്ക് ലൈൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്തായിരിക്കും? വെൽ ഓർഡേർഡിലായിരിക്കും ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ വെച്ചിട്ടായിരിക്കും അവിടെ എന്തുണ്ടാവുക?
അസംബ്ലി നടക്കുക. അത് തന്നെയാണ് എന്തുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡിന് എന്ന് പറയുന്നത്. അതായത് അവരെന്തായിരിക്കും വെൽ ഓർഡേർഡ് ആയിരിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് കിട്ടും. പിന്നെന്തായിരിക്കും ഒരുപാട് ഇപ്പം ഒരേ ഓർഡറിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ലോങ് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഫസ്റ്റ് റോയിൽ 5 കുട്ടികളാണെന്നുണ്ടെങ്കിൽ എൻഡിൽ എന്താണ് 5 കുട്ടികൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇനി അമോർഫസ് നോക്കുക. may have the short range order, that is some order lasting only short distance but no complete regularity in the three-dimensional arrangement of the structural unit. അതായത് ഒരു അറേഞ്ച്മെന്റ് ഒന്നും ഇല്ലാത്തത്. ഫസ്റ്റ് റോയിൽ എ മാത്രമാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോയിൽ എന്തുണ്ടാവും എ ബി, പിന്നെ തേർഡ് റോയില് എ എ. മേ ബി എന്തായിരിക്കും ആദ്യത്തിൽ എ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, എ ആവാം, ബി ആവാം. അങ്ങനെ ചില സമയങ്ങൾ അത് റിപ്പീറ്റിംഗ് ആയിട്ട് കാണാം നമുക്ക്. പക്ഷെ അത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു സബ്സ്റ്റൻസിന് സോളിഡ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് അമോർഫസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കുക ഒരു ഡിസിപ്ലിൻ ഒന്നും കീപ്പ് ചെയ്യാത്ത ഒരു സ്കൂളാണ്. അപ്പം കുട്ടികൾക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, അസംബ്ലിക്ക് ലൈൻ നിൽക്കാം. അപ്പൊ എന്തായിരിക്കും മേ ബി ഫസ്റ്റ് റോയിൽ 5 കുട്ടികൾ, സെക്കൻഡ് റോയിൽ 2, പിന്നത്തിൽ 5, പിന്നത്തിൽ മേ ബി 5 ആയിരിക്കാം, അല്ലെങ്കിൽ 2 ആയിരിക്കാം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ എന്തായിരിക്കാം അവ ഓർഡേർഡിലായിരിക്കാം. കുറച്ച് സമയം കുറച്ച് ഗ്യാപ്പിൽ എന്തായിരിക്കും ഓർഡേർഡ് ആയിരിക്കും, പിന്നെ ഓർഡേർഡ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, NaCl, ഡയമണ്ട്, കോഡ്സ്, ജെർമനിയം എന്നൊക്കെ പറയാം. അമോർഫസ് സോളിഡ്സിനോ ഗ്ലാസ്, പ്ലാസ്റ്റിക്, റെസിൻസ്, കോക്ക്, പിച്ച്, റബ്ബർ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു എക്സാമ്പിൾ ആണ് ഐസ് എന്ന് പറയുന്നത്. ഐസ് എപ്പോഴാണ് മെൽറ്റ് ചെയ്യുക? 0 ഡിഗ്രിയിൽ. വെള്ളം എപ്പോഴാണ് ഐസ് ആവുക? 0 ഡിഗ്രിയിൽ. അതായത് -1 ഡിഗ്രിയിൽ ഐസ് എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഐസ് ആണ്. 1 ഡിഗ്രിയിലായി മാറുമ്പോഴോ അത് വാട്ടർ ആയിട്ട് മാറി. H2O എന്ന് പറയുന്നതല്ലേ വാട്ടർ. അപ്പം H2O -1 ഡിഗ്രിയിൽ എന്താണ്? ഐസ് ആണ്. 1 ഡിഗ്രിയിൽ എന്താണ്? അത് വാട്ടർ ആണ്. അപ്പൊ അതിന്റെ 0 ഡിഗ്രിയിലാണ് എന്ത് പറയുന്നത് നമ്മൾ അത് മെൽറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്തുണ്ട്? ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് 801 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത്? മെൽറ്റ് ചെയ്യുന്നത്. ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഇനി അമോർഫസ് സോളിഡ് നോക്കുകയാണെങ്കിൽ മെൽറ്റ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റില്ല, ഒരു പെർട്ടിക്കുലർ റേഞ്ച് ടെമ്പറേച്ചർ പറയാൻ പറ്റില്ല. അപ്പൊ 0 ഡിഗ്രി, 5 ഡിഗ്രി, 11 ഡിഗ്രി അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു റേഞ്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 55 ടു സ്റ്റാർട്ട് ചെയ്തിട്ട് 60 വരെ പ്ലാസ്റ്റിക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഗ്ലാസ് വരുമ്പോൾ 700 ടു 800 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ഒരു റേഞ്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് മെൽറ്റ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ഗീവ് ക്ലീൻ സർഫസ് വെൻ കട്ട് ബൈ എ ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഷാർപ്പ് ടൂൾ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് കിട്ടും. ഇതിനൊരു എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് ഡയമണ്ട്. ഡയമണ്ട് അങ്ങനെ സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യുന്നതോടാണ് നമുക്ക് ആ ഷൈനിങ്നെസ് കിട്ടുന്നത്. ഇനി അമോർഫസ് സോളിഡ് എന്ന് പറയുമ്പോൾ ഗീവ് അൺഈവൻ സർഫസ് വെൻ കട്ട്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റഫ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് എന്ത് കിട്ടുക? അമോർഫസ് സോളിഡ്സിന് കിട്ടുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹോൾഡ് ദെയർ ഷേപ്പ് എഗെയിൻസ്റ്റ് മൾഡ് ബൈൻഡിങ് ഓർ കംപ്രസിംഗ് ഫോഴ്സസ്. അതെന്ത് ചെയ്യും? അതിന്റെ ഷേപ്പ് എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അമോർഫസ് സോളിഡ് നോക്കുക. ആർ ഈസിലി ഡിസ്ട്രോയിഡ് ബൈ ഈവൻ മൾഡ് ബൈൻഡിങ് ഓർ കംപ്രസിംഗ് ഫോഴ്സ്. ഇനി അമോർഫസ് സോളിഡ് നോക്കുകയാണെങ്കിൽ ആർ ഈസിലി ഡിസ്ട്രോയിഡ് ബൈ ഈവൻ മൾഡ് ബൈൻഡിങ് ഓർ കംപ്രസിംഗ് ഫോഴ്സ്. നമ്മൾ ചെറിയൊരു ബൈൻഡിങ് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് എന്ത് ചെയ്യും? അതിന്റെ ഷേപ്പ് ഡിസ്ട്രോയ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. അമോർഫസ് സോളിഡ് എന്താണ്? ഐസോട്രോപിക്. എന്താണ് ഐസോട്രോപിക് അല്ലെങ്കിൽ എന്താണ് അനൈസോട്രോപിക് എന്ന് ചോദിച്ചാൽ the magnitude of some of the properties like thermal conductivity, refractive index,
etc. vary with the direction along which they are measured. നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, തെർമൽ പ്രോപ്പർട്ടി ആവാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആവാം, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ആവാം, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ആവാം, നമ്മൾ ആ ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോയാലും സെയിം ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഐസോട്രോപ്പി എന്ന് പറയും. ഡിഫറെന്റ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? അനൈസോട്രോപ്പി എന്ന് പറയും. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ്? അനൈസോട്രോപ്പി ആണ്. അമോർഫസ് സോളിഡ് എന്താണ്? ഐസോട്രോപിക് ആണ്. അതായത് ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ എന്താണ് എ ബി എ ബി എ ബി എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അനൈസോ ഒരു സോളിഡും ക്രിസ്റ്റലൈൻ സോളിഡും ഡിഫറെന്റ് ആയിട്ട് റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അമോർഫസ് സോളിഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഡയറക്ഷനിൽ നമ്മൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എല്ലാ സബ്സ്റ്റൻസ് എന്താണ്? ബി ആണ്. ഒന്ന് ബി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ റെഡ് മാർക്ക് എന്താണ്? ബി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിലൂടെ മെഷർ ചെയ്യുമ്പോൾ ആ ബിൻ്റെത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇനി വേറൊരു ഡയറക്ഷനിൽ ബി എന്നൊരു ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ വേറൊരു ഒന്നായിരിക്കും കിട്ടുക. അങ്ങനെ നമ്മൾ ആ ഗ്രീനിലൂടെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഗ്രീനിൻ്റെത് മാത്രമായിരിക്കും കിട്ടുക, റെഡിലൂടെ മെഷർ ചെയ്യുകയാണെങ്കിൽ റെഡ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും ഒരു ആക്സിസിലൂടെ മെഷർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? നമ്മൾ ഡിഫറെന്റ് ആംഗിളിൽ മെഷർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും കിട്ടുക. അതായത് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുക. ഇനി അനൈസോട്രോപ്പിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എ എന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്യുമ്പോഴും വേറൊരു ഡയറക്ഷനിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും? ഒരു ആവറേജ് ആയിരിക്കും. അതിന്റെ ആവറേജ് വാല്യൂസ് എന്ന് പറയുന്നത് എൻ്റെയും ബിൻ്റെയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ആവറേജ് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സെയിം ആയിട്ട് വരും. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു വാല്യൂ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ കിട്ടുന്നത് തന്നെ ആയിരിക്കും വേറൊരു ആംഗിളിൽ കൂടെ നമ്മൾ അല്ലെങ്കിൽ ആക്സിസ് കൂടെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇൻ ദി കേസ് ഓഫ് അനൈസോട്രോപ്പി എന്തായിരിക്കും? നമുക്ക് എ കൂടെ മെഷർ ചെയ്യുന്നതല്ല ബിയിലൂടെ കിട്ടുന്നത്. ഓക്കെ, ഡിഫറെന്റ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനൈസോട്രോപ്പി എന്നും ഐസോട്രോപ്പി എന്ന് പറയുന്നത്. നമുക്കറിയാം വെൽ അറേഞ്ച്ഡ് ആണ്. അപ്പൊ നമ്മൾ സെയിം ഓർഡറിലാണെന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമ്മൾ ഐസോട്രോപ്പി എന്ന് എഴുതരുത്. ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്? അനൈസോട്രോപ്പി ആണ്. വെൽ അറേഞ്ച്ഡ് ആയതുകൊണ്ട് എന്താണ്? അനൈസോട്രോപ്പിക് ആയിരിക്കും നമുക്ക് കിട്ടുക. ഐസോട്രോപ്പി എന്ന് പറയുന്നതാണ് നമുക്ക് അവിടെ കിട്ടുന്നത് സെയിം വാല്യൂ ആണ്, പക്ഷെ നമുക്ക് എന്തിനാണ് കിട്ടുന്നത്? അമോർഫസ് സോളിഡിനാണ് ഐസോട്രോപ്പി പ്രോപ്പർട്ടി കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞതാണ് സോഡിയം ക്ലോറൈഡ്, ഷുഗർ, ഡയമണ്ട്, കോൾസ്, ജെർമനിയം. അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആണ് ഗ്ലാസ്, പ്ലാസ്റ്റിക്, റെസിന്. ഓക്കെ, എന്താണ് അമോർഫസ് സോളിഡ് എന്നും ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വൺ വെയിറ്റേജിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഐസോട്രോപിക് ആൻഡ് അനൈസോട്രോപിക് സോളിഡ്? Isotropic refers to the property of a material which is independent of the direction, whereas anisotropic is direction dependent. These two terms are used to explain the properties of the material in the basic of crystallography. The mechanical and physical property can be easily affected based on the atom orientation in crystal. Some examples of isotropic material are cubic symmetry crystal, glass, etc. Some example of anisotropic material as the composites material, woods, etc. Below are a few differences between the isotropic and anisotropic material. നമ്മൾ പറഞ്ഞു ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സെയിം പ്രോപ്പർട്ടിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡയറക്ഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അനൈസോട്രോപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഓരോ ഡയറക്ഷനും നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചില ഫിസിക്കൽ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റലിന്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ എന്തിലൂടെ പറ്റും? അനൈസോട്രോപിക് ക്രിസ്റ്റലാണോ അനൈസോട്രോപിക് ക്രിസ്റ്റലാണോ നോക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റും. അതായത് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഒക്കെ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡിഫറൻസ്, നമ്മളൊരു ടാബുലർ കോളം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ടാവും. ഐസോട്രോപിക്കും കൊടുത്തിട്ടുണ്ടാവും, അനൈസോട്രോപിക്കും കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു, ഒന്ന് ഡയറക്ഷൻ ഇൻഡിപെൻഡന്റ് ആണ് ഐസോട്രോപിക്. അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഡിപ്പെൻഡ് ആണ്.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഓൺലി 1 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഐസോട്രോപിക്കിന് കിട്ടുക. അനൈസോട്രോപിക്കിന് മോർ ദാൻ 1 വാല്യൂസ് കിട്ടും. കെമിക്കൽ ബോണ്ടിങ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, മറ്റേത് അൺസർട്ടൻ ആയിരിക്കും. ഇവിടെ യൂസ് എന്ന് പറഞ്ഞാൽ ലെൻസസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം, മറ്റേ പോളറൈസറിങ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ലെൻസിലൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലൈറ്റ് പാസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാവില്ല, ലൈറ്റ് പാസ് ചെയ്യില്ല, നോ ആയിരിക്കും. അനൈസോട്രോപിക്കിൽ എന്തായിരിക്കും, ലൈറ്റ് പാസിങ്, ആ ക്രിസ്റ്റലൈൻ കൂടെ ലൈറ്റ് പാസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇനി അതിന്റെ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ സ്മോൾ ഇൻ ഡയറക്ഷൻ ആയിരിക്കും, അനൈസോട്രോപിക്കിൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പിയറൻസ് ഡാർക്ക് ആയിരിക്കും, മറ്റേത് ലൈറ്റ് ആയിരിക്കും. ഡബിൾ ഡിഫ്രാക്ഷൻ പോസിബിൾ ആണ് അനൈസോട്രോപിക്കിൽ, പോസിബിൾ അല്ല ഐസോട്രോപിക്കിൽ. ഐസോട്രോപിക്കിന് എക്സാമ്പിൾ ആയിട്ട് ഗ്ലാസ്, അനൈസോട്രോപിക്കിന് വുഡ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സോളിഡ് സ്റ്റേറ്റ് എന്താണ്, സോളിഡ് എന്താണ് എന്നുള്ളതും, അതേപോലെ തന്നെ സോളിഡ്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നും, നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും. അതിലൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഐസോട്രോപിക്കും അതേപോലെ തന്നെ അനൈസോട്രോപിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.